സോ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ള ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. സ്കാൽപ്പിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബി ടി സിയുടെ 50 മിനിറ്റ്സ് ഓവറോൾ ബി ടി സി ബുള്ളിഷ് ആണ്. ഇതൊരു എന്താ പറയുക, ഒരു കൗണ്ടർ ട്രേഡ് എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ക്യുക്കായിട്ട് എടുത്തിട്ട് പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യുന്ന സെറ്റപ്പാണ്. ഇപ്പോൾ ഇതിൽ 50 മിനിറ്റ്സിൽ ഞാൻ ഈ ഒരു ഏരിയയിൽ ഇരിക്കുമ്പോൾ നമുക്ക് നോക്കാം, കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു ഏരിയ അത്യാവശ്യം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ എൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഒരു ഷോർട്ട് പൊസിഷനാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ക്യുക്കായിട്ട് സ്കാൽപ്പിംഗ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 50 മിനിറ്റ്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു നല്ലൊരു ക്യാൻഡിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. കാരണം പ്രൈസ് എന്തായാലും ഈ ഒരു ഏരിയ ഒന്നുകൂടെ റെസ്പെക്ട് ചെയ്ത് പോകും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഞാൻ നേരെ 1 മിനിറ്റ് പോയപ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയ ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഏരിയ ആണെന്ന് പറഞ്ഞു. ഞാൻ 50 മിനിറ്റ്സിൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ 1 മിനിറ്റിൽ ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഏരിയയിലോട്ട് പ്രൈസ് വീണ്ടും വന്നിട്ട് ദെൻ ലിക്വിഡിറ്റി എടുത്ത് താഴോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോർവേഡ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. പ്രൈസ് വരുന്നുണ്ട്, കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. ദെൻ ആ ഏരിയയിലോട്ട് വീണ്ടും പ്രൈസ് വരുന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ചൊരു കാര്യം, എന്താ പറയുക, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടാവും, ദെൻ ഒരു മാനിപ്പുലേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ. ഇതാണ് നമ്മൾ ഓവറോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ ആക്ച്വലി അത് തന്നെയാണ് വർക്കൗട്ട് ആവുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു സൈഡ് വൈസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഒരു അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. ദെൻ പ്രൈസ് കണ്ടോ ഈ ഒരു ഏരിയയിലോട്ട് ഒരു മാനിപ്പുലേഷൻ ഈ രീതിക്ക് പ്രൈസ് വന്നു. എങ്ങോട്ടാണ് വരുന്നത്? നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്ന ഏരിയയിലോട്ട്. ഇവിടെ LS മാർക്ക് ചെയ്യുന്ന ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, പക്ഷേ ആളുകൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് മേലോട്ട് വരുന്നത്. ഈ ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആണോ. ശേഷം അത് പ്രൈസ് ഒരു ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് താഴോട്ട് വന്നു. കാരണം ഇതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്, ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ നിന്നാണ് ഒരു ക്യുക്കായിട്ടുള്ള മൂവ്മെൻറ്റ് വന്നത്. ഇവിടെ ഞാനൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലുള്ളൊരു പ്രീവിയസ് എന്താ പറയുക ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ഞാൻ കൺസിഡർ ചെയ്തൊരു ഒരു കൺഫർമേഷൻ ആയിരുന്നു. അതായത് ഓർഡർ ബ്ലോക്കിൽ നിന്ന് നല്ല രീതിക്ക് ഒരു മൂവ്മെൻറ്റ് വന്നു. അതിവിടെ ഒരു നല്ല ബോഡിയോട് കൂടിയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസ്, അതായത് പ്രീവിയസ് ലോയുടെ താഴെ വന്നു. അപ്പോഴും നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അല്ലേ. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലുള്ളൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓർഡർ ബ്ലോക്കിന് താണ്ടോ നമ്മുടെ SL എന്തായാലും ടാപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ SL വെച്ചിരിക്കുന്നത് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുള്ള ഏരിയക്ക് മുകളിലാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ ട്രേഡിലും വെക്കുക. രണ്ടഭിപ്രായം ഉണ്ടാവും പലർക്കും, പക്ഷെ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യുകയാണ്. പ്രൈസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്ന ഏരിയയിലോട്ട് ഒരു മാനിപ്പുലേഷൻ നടക്കേണ്ടത്. അക്യുമുലേഷൻ നടന്നു, മാനിപ്പുലേഷൻ ഈ ഒരു ഏരിയയിലോട്ട് നടക്കണം. ദെൻ പ്രൈസ് എന്ത് ചെയ്തു, അവിടെ ആക്ച്വലി മാനിപ്പുലേഷൻ സംഭവിച്ചിട്ടില്ല. പകരം അവിടെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഒരു നല്ലൊരു റിജക്ഷൻ വന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും പ്രൈസ് താഴോട്ട് പോകാമെന്ന് കരുതിയിട്ട് ഇവിടെ SLകളൊക്കെ വെക്കും. അവിടെയാണ് അവരുടെ എക്സാക്ട് മാനിപ്പുലേഷൻ നടക്കുന്നത്. കണ്ടോ പ്രൈസ് പിന്നെ വീണ്ടും വരുന്നത് എങ്ങോട്ടാ, ഈ ഒരു ഏരിയയിലുള്ള ലിക്വിഡിറ്റി എടുക്കാൻ. അപ്പോൾ കറക്റ്റായി ഒരു ഏരിയ ഫില്ലായല്ലോ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തല്ലോ. കാരണം ഇതിൻ്റെ ഏരിയയിലെ ലിക്വിഡിറ്റി കൂടി ഗ്രാബ് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഞാൻ അതിനിടയ്ക്ക് ഈ ഒരു ക്യാൻഡിൽ വന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ എൻട്രി വെച്ചു. FEG ഏരിയ ആണത്. കാരണം 3 ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്കർ ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാൻ കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കയറ്റി വെക്കാം, പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെ കൊടുത്തത്. ദെൻ പ്രൈസ് നോക്കൂ താഴോട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ഉള്ള ബാക്കി ലിക്വിഡിറ്റിയും കൂടി ഗ്രാബ് ചെയ്യുന്നുണ്ട്. നമ്മൾ SL കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് ഇത്തിരി സ്പേസ് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതാണ്. നല്ല രീതിയിലുള്ളൊരു ക്യൂക്ക് മൂവ്മെൻ്റ് ആണല്ലോ. കാരണം സ്കാൽപ്പാണ്, റിസ്ക്കിയാണ്. ദെൻ ഞാനിവിടെ ട്രേഡ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ച ഒരു ഏരിയയിലാണ്. അത്യാവശ്യം ലിക്വിഡിറ്റി ഇരിക്കുന്ന ഒരു സോണ്, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി. ദെൻ
നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ട് ദെൻ പ്രൈസ് തിരിച്ച് വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് വന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 അവറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓവറോൾ പ്രൈസ് ബുള്ളിഷാണ്. ദെൻ നമ്മളൊരു സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് 50 മിനിറ്റ്സും 1 അവർ ഞാൻ ചൂസ് ചെയ്തു. 50 മിനിറ്റ്സിൽ പ്രൈസിൻ്റെ ഒരു എന്താ പറയുക ക്യുക്കായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, കാരണം ഇവിടെ ലിക്വിഡിറ്റി ഇരിക്കുന്നുണ്ട്, എന്തായാലും ഇത് സ്വീപ്പ് ചെയ്യാൻ പ്രൈസ് വരണം. അപ്പോൾ ആ ഒരു മൂവ്മെൻ്റാണ് ഞാൻ ഈ ഒരു സ്കാൽപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് SL അടിച്ചു. കാരണം അത് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത് ചെറിയൊരു ഇഷ്യൂ വന്നതാണ്. ദെൻ അതിലൊരു ലോസ് വന്നത് ഇതുകൊണ്ട് റിക്കവർ ചെയ്തു. പക്ഷേ ഒരിക്കലും നമ്മളത് റിവെഞ്ച് ട്രേഡ് ആയിട്ട് കൺസിഡർ ചെയ്തത്. ഞാനത് ടെലഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം റിവെഞ്ച് ട്രേഡ് അല്ല ആക്ച്വലി, ഇത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ. അല്ല അതർവൈസ് ഞാൻ ഒരു SL അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വേറെ ട്രേഡ് എടുക്കാറില്ല. പക്ഷേ ഇവിടെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അപ്പോൾ ക്വിക്കായിട്ട് എടുത്തൊരു ട്രേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.